ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിന്റെ വസതിയിൽ എത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തിരുന്നു എന്നത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. അക്കാര്യം നടൻ ജയറാം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴിതാ ഈ കേസുമായി ബന്ധപ്പെട്ട ED നടൻ ജയറാമിന് സമൻസ് അയക്കുകയാണ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിയാണ് EDയുടെ നീക്കം. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആണ് ED നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം കൂടി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രേഖകളും പരിശോധനകളും ഒക്കെ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ അറസ്റ്റുകൾ ഉൾപ്പെടെ നടന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ED കൂടി രംഗത്തേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും പങ്കെന്ത്, പ്രത്യേകിച്ച് ഈ കേസിലെ പ്രധാന കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നതിലേക്ക് അന്വേഷണ സംഘത്തിന് കൃത്യമായൊരു കണ്ടെത്തൽ നടത്താനായിട്ടുണ്ടോ എന്നതിലും പോലും നമുക്ക് വ്യക്തതയില്ല. കാരണം ഇത് പലപ്പോഴും രഹസ്യമായൊരു റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിൽ നിന്നുള്ള ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും പ്രേക്ഷകരുമായി മാധ്യമങ്ങൾക്കടക്കം പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം SITയുടെ അന്വേഷണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പശ്ചാത്തലമുണ്ട്. എന്തു തന്നെയാണ് എങ്കിലും കേന്ദ്ര ഏജൻസി കൂടി ഇതിൽ അന്വേഷണത്തിലേക്ക് വരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ഒട്ടേറെ വിവരങ്ങളുണ്ട്. അതായത് ഇതുവരെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള 900-ൽ അധികം വരുന്ന ഗ്രാം സ്വർണം അതാണ് തട്ടിച്ചത് എങ്കിൽ VSSC നടത്തിയ രണ്ടാം പരിശോധനയിൽ അതിൻ്റെ ഇരട്ടിയോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ ഉപയോഗിച്ചത്, അതായത് രണ്ടാമത് സ്വർണം പൂശുമ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ചെമ്പുപാളി എന്നത് കാലങ്ങളായി ശബരിമലയിൽ ഉണ്ടായിരുന്ന ചെമ്പുപാളിയാണോ, അതിന് പകരം അതും മാറ്റി വേറെ ചെമ്പുപാളിയാണോ ഇപ്പോൾ ഈ സ്വർണം പൂശിയിട്ടുള്ളത്? ഇതെല്ലാം പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല, വേതന ജീവനക്കാർ, ദിവസ വേതനത്തിന് ശബരിമലയിൽ ജോലി ചെയ്യുന്നവർ അടക്കം ദിവസേന 6000 രൂപയോളമൊക്കെ ബാങ്കിലൂടെ ഇടപാട് നടത്തിയിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് കൂടി പോകുമ്പോൾ ശബരിമല എന്നത് കൊള്ളക്കാരുടെ ഒരു സങ്കേതം കൂടിയായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ അതിലാർക്കൊക്കെ പങ്കുണ്ട് എന്ന അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമായൊക്കെ ബന്ധം പുലർത്തിയിരുന്നു, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ഉന്നതർക്ക് ബന്ധമുണ്ടായത്? അതിൽ പ്രധാനപ്പെട്ടത് എന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധം തന്നെയാണ് എന്ന് പറയുമ്പോഴും നടൻ ജയറാമിന്റെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് എത്തിയത്, അവിടെ പൂജ നടത്തിയ സാഹചര്യം, അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇക്കാര്യങ്ങളിൽ ആണോ നവമി ED വ്യക്തത തേടുന്നത്? അഭിലാഷ്, 2019 ജൂൺ മാസത്തിലായിരുന്നു ജയറാമിന്റെ വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും അവിടെ ഒരു പൂജ നടത്തുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം നടക്കുന്ന വേളയിലാണ് ഇരുവരും ചേർന്നുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും പിന്നീട് ജയറാം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത്. താൻ മകരവിളക്ക് സമയത്താണ് ശബരിമലയിൽ വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും തനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതായത് ഈ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പൂജ നടത്തിയാൽ ഐശ്വര്യം വരും. ഇതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താൻ ബന്ധം വെച്ചതും ചെന്നൈയിലുള്ള തൻ്റെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും ഒക്കെ ചെയ്തത്. അവിടെ വെച്ചുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ തനിക്കുണ്ടായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ അറിവുമില്ല എന്ന് ജയറാം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് SITക്ക് നൽകിയ മൊഴിയിലും ജയറാം ആവർത്തിക്കുന്നത്. ജയറാമിനെ SIT കേസിൽ സാക്ഷിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം കൂടി സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ശ്രീകുമാറിനെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അടുത്തതായി ജയറാമിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അടുത്ത ആഴ്ച ഹാജരാകണമെന്നാണ് ED നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജയറാമിന്റെ സൗകര്യം അനുസരിച്ച് തന്നെ ഉടനെ തന്നെ ഹാജരാകണമെന്ന് കൂടി ED വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ EDയുടെ പ്രധാനപ്പെട്ട നിഗമനം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ എന്താണ് ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജയറാമിന്റെ വീട്ടിലെത്തി ഇത്തരത്തിലൊരു പൂജ നടത്തണമെങ്കിൽ അത്രയേറെ ആത്മബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്.
ഒപ്പം ഈ പാളികളുമായി ബന്ധപ്പെട്ട ആ ഒരു ഘോഷയാത്രയായി ശബരിമലയിൽ ഈ പാളികൾ എത്തിക്കുന്ന സമയത്ത് ആ ചടങ്ങിലും ജയറാം ഉണ്ടായിരുന്നത് വളരെ സംശയത്തോടു കൂടി തന്നെയാണ് ഇ ഡി കാണുന്നത്. അതോടൊപ്പം തന്നെ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുകൂടിയാണ് പ്രധാനമായും ജയറാമിൽ നിന്നും ചോദിച്ചറിയാൻ ഇ ഡി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ജയറാം SITക്ക് മുന്നിലായാലും മാധ്യമങ്ങൾക്ക് മുന്നിലായിട്ട് തന്ന മൊഴി അനുസരിച്ച് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ല, ഇത്തരത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു വിധ അറിവുമില്ല എന്ന വാദത്തിൽ തന്നെയാണ് ജയറാം ഉറച്ചു നിൽക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഇഡിക്ക് മുന്നിലും ആവർത്തിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ചോദ്യം ചെയ്തതിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അഭിലാഷ്. അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇഡിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയറാമിനെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ജയറാമിനോട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യെസ്, അതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിഷയത്തിൽ. അതിലിപ്പോൾ അതായത് നവമി ഈ പറയുന്നത് പോലെ എപ്പോഴാണ് ഈ പൂജ നടത്തിയത്, എങ്ങനെയാണ് പൂജ നടത്തിയത് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ജയറാം ഒരു വിശ്വാസിയാണ്, പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം പോകാറുണ്ട്, ശബരിമലയിലെ സ്ഥിരം സന്ദർശകനാണ്. ഒപ്പം ഈ ചെണ്ടമേളത്തിലൊക്കെ പ്രഗത്ഭനായതുകൊണ്ട് നിരവധി ഉത്സവങ്ങളുടെ മേളത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അപ്പുറത്ത് ഈ വിശ്വാസത്തിന് അപ്പുറത്തുള്ള ഏതെങ്കിലും ബന്ധമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയമുണ്ടാകുന്നുണ്ടോ, ആ ഒരു സാഹചര്യം കൂടിയാണോ ഇതിൽ പരിഗണിക്കപ്പെടുന്നത്? അഭിലാഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണത്തിൽ ജയറാമിൽ നിന്നും സംശയമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജയറാമും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് SITയും അന്വേഷണം നടത്തുന്നത്. അതിൽ ജയറാമിനെ സാക്ഷിയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ജയറാമും ആ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ സംശയിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെയാണ് ജയറാമും പറയുന്നത്. ഇഡിയുടെ അന്വേഷണത്തിലും ഈ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ പോലും സ്വാഭാവികമായും ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം, പോറ്റി എന്നാണ് കണ്ടത്, ഈ പാളികൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ ആത്മബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയായിരിക്കും സ്വാഭാവികമായും ഇഡിയും കണ്ടെത്തുക. ഒപ്പം ഇവർ ഈ ജയറാമുമായിട്ടുള്ള പോറ്റി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നതിലൊക്കെ കുറച്ചുകൂടി കൃത്യത അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയായി മാത്രം നമുക്ക് ഇതിലെ കണ്ടാൻ മതിയാകും. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയറാം എത്രമാത്രം ശബരിമല വിശ്വാസിയാണ്, അയ്യപ്പ ഭക്തനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ അമ്പലങ്ങളിൽ സന്ദർശിക്കുന്നതും ഒക്കെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന, ശബരിമലയിലും ചോറ്റാനിക്കരയിലും ഒക്കെ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാം. അങ്ങനെ അതിനപ്പുറത്തേക്ക് ഈ വലിയൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയറാമിന് പങ്കുണ്ടതായി വിശ്വസിക്കുന്നില്ല. SITയും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇഡിയിലേക്ക് വരുമ്പോഴും വിവരങ്ങൾ തേടുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ തേടുക എന്നതിനപ്പുറത്തേക്ക് ജയറാമിനെതിരെ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാനുള്ളൊരു സാധ്യതയും വളരെ വിദൂരമാണ്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.